ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ മോസ്റ്റ് ട്രാവലോഗിൻ്റെ കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സസ്നേഹം കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഞങ്ങൾ തൃക്കാക്കര അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് വഴിയിൽ ഈ മനോഹരമായ പ്രദേശം കണ്ടത്. അത് കണ്ടപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ പ്രിയങ്കരനായ APJയുടെ സ്മാരകമാണിത്. ഇനിയൊരു ദിവസം വന്ന് ശരിക്കും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ മനോഹരമായ രീതിയിൽ എല്ലാ ബഹുമതികളോടും കൂടി അദ്ദേഹത്തിന് വേണ്ടിയുള്ള സ്മാരകം ഒരുക്കി വെച്ചേക്കാണ്. എക്സലൻസ് ഹാപ്പൻസ് ബൈ ആക്സിഡൻസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കോട്ട്സൊക്കെ അവിടെ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളിനി പോകുന്നത് പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. 5000-ഓളം വർഷം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു ഈ ക്ഷേത്രത്തിന്. അപ്പോൾ ആ ക്ഷേത്രം വളരെ പുരാതനമായൊരു ക്ഷേത്രമാണ്. എന്നാണ് പണിതത് എന്നുള്ളതിന് ഒരു കാലഗണനയില്ല എന്നാണ് പറയുന്നത്. അനന്തൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. ബാക്കി എല്ലാ ക്ഷേത്രത്തിലും അനന്തശയനം ആയിട്ടാണ് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ കാണപ്പെടുന്നത്. സന്താനഗോപാലമൂർത്തിയായി സങ്കല്പിക്കപ്പെടുന്ന ഈ ഭഗവാനെ പ്രതിഷ്ഠിച്ചത് ശ്രീകൃഷ്ണനും അർജുനനുമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതായത് ദ്വാപരയുഗം മുതൽ ഈ ക്ഷേത്രം ഇവിടെയുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ ചരിത്രപ്രകാരം AD 947 പ്രതിഷ്ഠ നടത്തിയതാണെന്നാണ് പറയുന്നത്. ബിംബം പ്രതിഷ്ഠിച്ചത് AD 1280 ആണെന്നും ഒരു ചരിത്രം പറയുന്നു. ഒരു കാലത്ത് നമ്മൾ അറിവിനും സന്തോഷത്തിനും വേണ്ടി ഉപയോഗിച്ചിരുന്ന റേഡിയോ ആകാശവാണി, അതിന് മുമ്പിൽ കൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. ആകാശവാണി കേട്ടിരുന്നത് വളരെ ഗൃഹാതുരത്വം തുളുമ്പുന്നൊരു ഓർമ്മയാണ് അല്ലേ. ഇപ്പം ആരും അതൊന്നും കേൾക്കാറില്ലല്ലോ. ഇതാ നടൻ സിദ്ദിഖിൻ്റെ വീടാണിത്. പുള്ളി ഇപ്പോൾ അവിടെ ഇല്ല കേട്ടോ. വാർത്തകളൊക്കെ നിങ്ങൾക്കറിയാവുന്നതല്ലേ. അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. പറഞ്ഞോളൂ. ഞങ്ങളിത് പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൻ്റെ മുമ്പിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പങ്കുവയ്ക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഭഗവാൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങളെല്ലാവരെയും ഞാൻ ട്രാവലോഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ശീലി നടക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും പുറത്തുനിന്നിട്ടുള്ളതാണ്. ഇത് കഴിഞ്ഞാൽ അകത്ത് കിടക്കാം. വൃശ്ചികോത്സവത്തിൻ്റെ തിരക്കിലാണ് എല്ലാവരും. അമ്പലത്തിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റും. ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ പറ്റും. എവിടെയാണ്? സന്താനഗോപാലമൂർത്തിയാണ് അത്യാവശ്യം പറഞ്ഞാൽ മതി. അല്ല, അവിടെ ഓഫീസറാകുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് ഒന്ന് വന്ന് പറഞ്ഞു കൂടെ വരും. വരാൻ പറ്റും. ഇപ്പോൾ പോകണം. ഇന്നിപ്പോൾ അവിടെ കഴിയുമ്പോഴേക്കും പോവാം. അദ്ദേഹം ഞങ്ങൾ ഗുരുവായിരുന്നു. ഇവിടെ വന്ന് ഇവിടെ ഒന്ന് പറയൂ. പ്രവീൺ. ഇവിടെയാണോ സ്ഥലം? ചേർത്തല പള്ളിപ്പുറം. നന്നായിരിക്കട്ടെ. 3 വർഷമായിട്ടുള്ളൂ. യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക. ഉത്സവമാണ്. ഉത്സവമാണെന്ന് അറിയാം. ഒരാഴ്ചത്തെ ഉത്സവമാണ് അല്ലേ? ഡിസംബർ. പക്ഷെ അതുവരെ നിൽക്കാൻ ഞങ്ങൾക്ക് നേരമില്ല. ഞങ്ങൾ തിരിച്ചു പോകും. ഞങ്ങൾ മൂകാംബിയിലൊക്കെ പോയിട്ട് വരാൻ ഗുരുവായൂർ വരാറുണ്ടോ? ഞങ്ങളുടെ വീട് ഗുരുവായൂർ. കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ വന്നിട്ടുണ്ടോ? അവിടുത്തെ ശാന്തിൻ്റെ മകളാ. ഇവിടെ ഇപ്പോൾ ഉള്ളത് എൻ്റെ അനിയനാണ്. നേരത്തെ 12 വർഷം പാവപ്പെടുത്തായിരുന്നു. അടികളൊക്കെ ചേട്ടന് പിന്നെ കൃഷ്ണദാസ് നമ്പൂതിരിയുടെ അനിയൻ തിരുമേനി അവിടെ എഴിക്കോട്. ഇപ്പം അവിടെ ഒരു ത്രിവിക്രമൻ അടികളുണ്ട്. ധർമ്മൻ. പക്ഷേ ചേച്ചിയാ. ഞാൻ അവിടേക്ക് വന്നിട്ടുണ്ട്. അതല്ല, അവിടെ പ്രോബ്ലം തിയേറ്റർ ഇരുന്ന സമയത്ത് അവിടെ
അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഷിഫ്റ്റിങ് അങ്ങോട്ട് തിരിച്ചായപ്പോഴും അവിടെ വന്നായിരുന്നു. നാദസ്വരം അങ്ങോട്ട് ജോയിൻ ചെയ്യാനുള്ളല്ലേ? ഇപ്പോൾ അവിടെ അപ്പോൾ നടക്കും. പഴയ കൊച്ചി രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു തൃപ്പൂണിത്തുറ. കൊച്ചി രാജാക്കന്മാരുടെ കുടുംബ പരമ്പരയാണ് പൂർണ്ണത്രയീശൻ. 1921 ഒരു അഗ്നിബാധയെ തുടർന്ന് ക്ഷേത്രം നശിച്ചുപോയി. എന്നിട്ട് പിന്നെ പുനരുദ്ധരിച്ചതിന് ശേഷമുള്ള ക്ഷേത്രമാണ് ഇപ്പോൾ കാണുന്നത്. കുട്ടികളുടെ ഐശ്വര്യത്തിനും ഉയർച്ചയ്ക്കും ബാലാരിഷ്ടതകൾ മാറുവാനും ഇവിടെ ദർശനം നടത്തുന്നത് ഗുണകരമാണെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. ചിങ്ങം, വൃശ്ചികം, കുംഭം എന്നീ മാസങ്ങളിൽ തിരുവോണം നാളിൽ ആറാട്ട് ആയി 8 ദിവസം വീതം നീണ്ടു നിൽക്കുന്ന 3 കൊടിയേറ്റുത്സവങ്ങളാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഇതിലേറ്റവും പ്രത്യേകതയുള്ള വൃശ്ചികോത്സവമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. വേറെയും ചില പ്രത്യേകതകൾ ക്ഷേത്രത്തിനുണ്ട്. ഇത് മുഴുവൻ ഇപ്പോൾ പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ, അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്നാൽ ക്ഷേത്രോൽപത്തിയുടെ കഥ ശ്രീമദ് ഭാഗവതത്തിലെ പ്രസിദ്ധമായ സന്താന ഗോപാല കഥയുമായി ബന്ധപ്പെട്ടതാണ്. ഒരിക്കൽ ശ്രീകൃഷ്ണൻ്റെ കൂടെ താമസിക്കുകയായിരുന്നു അർജുനൻ. ആ സമയത്തൊരു ദിവസം ശ്രീകൃഷ്ണൻ്റെ സദസ്സിലേക്ക് ഒരു ബ്രാഹ്മണൻ തൻ്റെ മരിച്ചുപോയ കുഞ്ഞിൻ്റെ മൃതദേഹവും കൊണ്ടുവരികയുണ്ടായി. തൻ്റെ 9ാമത്തെ കുട്ടിയാണിതെന്നും മുമ്പുണ്ടായ 8 പേരും ഇതുപോലെ പ്രസവത്തോടെ മരിച്ചു പോവുകയാണുണ്ടായതെന്നും ഇതിനെല്ലാം കാരണം ഭഗവാൻ കൃഷ്ണനാണെന്നും അദ്ദേഹം വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. എന്നാൽ ഇനി ഇതുപോലൊരു പ്രശ്നമുണ്ടാകില്ലെന്നും അടുത്ത കുട്ടിയെ താൻ സംരക്ഷിക്കുമെന്നും അർജുനൻ പ്രഖ്യാപിക്കുകയുണ്ടായി. ബ്രാഹ്മണൻ അതൊന്നും ആദ്യം കാര്യമാക്കിയില്ല. എന്നാൽ അർജുനൻ തുടർച്ചയായി ഇതുതന്നെ അഭ്യർത്ഥിച്ചപ്പോൾ അദ്ദേഹം അർജുനൻ്റെ ആവശ്യം അംഗീകരിച്ചു. എന്നാൽ 10ാമത്തെ കുട്ടി മരിക്കുകയാണെങ്കിൽ താൻ തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുമെന്നും അർജുനൻ പ്രഖ്യാപിച്ചു. അങ്ങനെ ബ്രാഹ്മണൻ്റെ ഭാര്യ വീണ്ടും ഗർഭിണിയായി. അർജുനൻ തൻ്റെ രക്ഷയ്ക്കെത്തുമെന്ന് പ്രതീക്ഷിച്ച അദ്ദേഹം അർജുനനെ വീട്ടിലേക്ക് വിളിക്കുകയും തൻ്റെ ഭാര്യയെയും കുട്ടിയെയും സംരക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അമ്പുകൾ കൊണ്ട് വലിയൊരു മാളിക പണിത അർജുനൻ പ്രസവം അവിടെ വെച്ചാകുമെന്നും ബ്രാഹ്മണഭക്തിയെ അറിയിച്ചു. അതനുസരിച്ച് പ്രസവത്തിനായി അവർ അങ്ങോട്ടേക്ക് താമസം മാറി. അവസാനം ബ്രാഹ്മണഭക്തി വീണ്ടും പ്രസവിച്ചു. എന്നാൽ ഇതറിഞ്ഞ ബ്രാഹ്മണൻ അർജുനനെ ഓടിച്ചു വിട്ടു അത്രേ. ദുഃഖിതനായ അർജുനൻ തീയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച് തീക്കുണ്ടം സൃഷ്ടിച്ച് ചാടാൻ തയ്യാറായപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെട്ട ശ്രീകൃഷ്ണൻ അങ്ങനെ ചെയ്യരുതെന്നും കുട്ടികളെല്ലാവരും വൈകുണ്ഠത്തിലുണ്ടെന്നും അർജുനനെ അറിയിച്ചു. അങ്ങനെ അവർ വൈകുണ്ഠത്തിലേക്ക് പോവുകയും തൻ്റെ യഥാർത്ഥ സ്വരൂപമായ മഹാവിഷ്ണുവിൽ നിന്ന് 10 കുട്ടികളെയും മടക്കി വാങ്ങിയ ശ്രീകൃഷ്ണൻ തിരിച്ച് ഭൂമിയിലേക്ക് വരികയും അവരെ ദമ്പതികളെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ആ സമയത്ത് തന്നെ അവർക്ക് മഹാവിഷ്ണു ഭഗവാന്റെ ഒരു വിഗ്രഹവും ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ നൽകിയത്രേ. ആ പ്രതിഷ്ഠയാണ് ഇന്ന് പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലുള്ളത് എന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം. അതിനാൽ കുട്ടികളില്ലാത്തവരും ഗർഭിണികളും ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് അതിവിശേഷമാണെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം. മക്കളുടെ ഉന്നമനത്തിനായി സന്താന ഗോപാലാർച്ചന ചെയ്യാൻ ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്താറുണ്ട്. സന്താനഗോപാല ബ്രാഹ്മണൻ്റെ കുടുംബമാണ് ഇന്നറിയപ്പെടുന്ന തന്ത്രി കുടുംബമായ പുലിയന്നൂർ മന എന്ന് പറയപ്പെടുന്നു. വൈകുണ്ഠത്തിലെ പോലെ പൂർണ്ണതയുള്ള ഭഗവാൻ എന്നാണ് പൂർണ്ണത്രയീശൻ അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിൽ ഉപദേവതയായി ശ്രീ ഗണപതി മാത്രമേ ഉള്ളൂ. അതിനും ഒരു കഥയുണ്ട്. വൈകുണ്ഠത്തിൽ നിന്നും വിഷ്ണു വിഗ്രഹവുമായി പുറപ്പെട്ട ഭഗവാൻ കൃഷ്ണനും അർജുനനും ഈ വിഗ്രഹം സ്ഥാപിക്കുന്നതിന് വേണ്ടി മനോഹരമായൊരു സ്ഥലം കണ്ടെത്താൻ ശ്രീ ഗണപതിയോട് ആവശ്യപ്പെട്ടു. ധാരാളം സ്ഥലത്ത് നടന്ന് അവസാനം ഭംഗിയുള്ള ഈ പ്രദേശത്തെത്തി. ഈ സ്ഥലത്തിൻ്റെ ഭംഗി കണ്ട് ശ്രീ ഗണപതി അവിടെ തന്നെ ഇരുന്നു. ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും അവിടെ എത്തിയപ്പോൾ ഗണേശ് ഭഗവാൻ അവിടെ ഇരിക്കുന്നതാണ് കണ്ടത്. വിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ വെച്ച സ്ഥലത്ത് ശ്രീ ഗണപതി ഇരിക്കുന്നത് കണ്ട് അർജുനന് ദേഷ്യം വന്നു. മാറിയിരിക്കാൻ പറഞ്ഞിട്ടും ശ്രീ ഗണേശൻ അതിന് സമ്മതിച്ചില്ല. തനിക്കിവിടെ നിന്ന് മാറാനാവില്ലെന്ന് ശഠിച്ചു അത്രേ.
കോപാകുലനായ അർജുനൻ ശ്രീഗണപതിയെ എടുത്ത് വലിച്ചെറിഞ്ഞു. അങ്ങനെ ശ്രീഗണപതി തെക്കോട്ട് മുഖം കുത്തി വീണു എന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിൽ തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ഗണപതി പ്രതിഷ്ഠയാണുള്ളത്. ഇവിടെ മാത്രമേ ഇത്തരത്തിലുള്ളൊരു പ്രതിഷ്ഠയുള്ളൂ. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കുറേ നേരം ഞങ്ങൾ ദേവസ്വം ഓഫീസിൽ കാത്തു നിന്നു. പക്ഷേ ഉത്സവത്തിരക്കിൽ എല്ലാവരും വളരെ തിരക്കിലായിരുന്നു. ഞങ്ങൾക്കും വേഗം പോരേണ്ട ആവശ്യമുണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ പിന്നെ അധിക നേരം അവിടെ നിന്നില്ല. വളരെയധികം ഐതിഹ്യ കഥകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. അതെല്ലാം കുറേ എന്നോട് കൂടി വന്ന സുജാത പറഞ്ഞു തന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ പൂർണ്ണശ്രീ ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങുകയായി. ഇന്നത്തെ ക്ഷേത്രവിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള ക്ഷേത്രക്കാഴ്ചകളും മറ്റുള്ള സഞ്ചാരകഥകളുമായി അമ്മൂസ് ട്രാവലോഗ് നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും എത്തുന്നതാണ്. നിങ്ങളും എന്നോടൊപ്പം സഞ്ചരിക്കുന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവരെയും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സ്നേഹം, അമ്മു യോഗാങ്ങട്ടെ. യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള വീഡിയോയും നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാമെന്ന പ്രതീക്ഷയോടെ ഇനിയും കണ്ടുമുട്ടുന്നവരേക്കും നമസ്കാരം പറയുന്നു. സസ്നേഹം, അമ്മു.